കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 65 കോടി രൂപ ഈടാക്കി ആദായനികുതി വകുപ്പ്. പിഴത്തുകയായ 115 കോടിയിൽ ഒരു ഭാഗമാണ് ഈടാക്കിയതെന്ന് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. അതേസമയം കേന്ദ്ര നടപടിക്കെതിരെ കോൺഗ്രസ് വീണ്ടും ആദായനികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതായി AICC ട്രഷറർ അജയ് മക്കൻ അറിയിച്ചത്. പിന്നാലെ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചതോടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ താൽക്കാലികമായി ഇളവും നൽകി. കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ പാർട്ടി അക്കൗണ്ടിൽ നിന്നും 65 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഈടാക്കിയത്. 115 കോടിയാണ് പിഴത്തുകയെന്നും മരവിപ്പിച്ച ഈ തുകയുടെ ഒരു ഭാഗം മാത്രമാണ് പിടിച്ചെടുത്തതെന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് മുൻപേയുള്ള നടപടിക്കെതിരെ കോൺഗ്രസ് വീണ്ടും ട്രിബ്യൂണലിനെ സമീപിച്ചു. ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്നാണ് ട്രിബ്യൂണൽ ഉത്തരവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. 2018-19 കാലത്തെ ടാക്സ് റിട്ടേൺ കേസുമായി ബന്ധപ്പെട്ട് 210 കോടി രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് IT വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണിതെന്നും കോൺഗ്രസ് ആരോപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.